വിസ്മയ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ആർക്ക് നറുക്കു വീഴുമെന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് പരിഗണനയിലുള്ളത്. ഈ മാസം 10-ന് ശേഷം സത്യപ്രതിജ്ഞ നടത്താനാണ് UDF-ലെ ആലോചന. 102 സീറ്റ് വിജയത്തിന്റെ തിളക്കം മങ്ങുന്നതിന് മുൻപേ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കണമെന്നാണ് UDF-ലെ ആലോചന. വിജയത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രിസഭാ രൂപീകരണം നടത്തിയാൽ തീരുമാനം എളുപ്പമാകുമെന്നാണ് കണക്കുകൂട്ടൽ. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ജയിച്ചു വന്ന 63 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ആർക്കാണെന്നറിയുകയാണ് ആദ്യ നടപടി. ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെ നിയോഗിക്കും. നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേരും. നിയമസഭാ കക്ഷി യോഗത്തിലെ ഭൂരിപക്ഷം അറിഞ്ഞ ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിനു മുൻപ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമുണ്ട്. അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു ദേശീയ പാർട്ടിയാണ്, കോൺഗ്രസിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഇപ്പോൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കട്ടെ. നമുക്കതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ അവകാശവാദങ്ങൾ നടത്താനോ ഒന്നും ഞാനില്ല. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശമുന്നയിക്കാൻ കെ.സി. വേണുഗോപാൽ മുന്നോട്ട് വരും. ജയിച്ചാൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കും. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുമെന്നത് മാത്രമാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രതികൂല ഘടകം. സംസ്ഥാനത്തെ സീനിയർ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശമുന്നയിക്കും. പാർലമെന്ററി ബോർഡ് അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ പിന്തുണ രമേശിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.